നമസ്കാരം. മലയാള സിനിമാ മേഖലയിൽ 1980-90 കാലഘട്ടങ്ങളിൽ മിന്നിത്തിളങ്ങിയിരുന്ന കുറേയധികം നായികന്മാരെ പറ്റിയുള്ള ഒരു സിനിമാധിഷ്ഠിത പരിപാടിയാണ് 80കളിലെ താരത്തിളക്കം. മെയിൻ സ്ട്രീം സിനിമയിലെ പ്രധാന വേഷക്കാരെ രംഗപ്രവേശം ചെയ്തതിന് ശേഷം സഹതാര പരിവേഷങ്ങളിൽ ഒതുങ്ങിപ്പോയവരെ കൂടി ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. 3 പതിറ്റാണ്ടുകളിലേറെക്കാലം മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന നടിയും നർത്തകിയുമായ ജയഭാരതിയെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ എപ്പിസോഡുമായി 80കളിലെ താരത്തിളക്കത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. കവിയും ഗാനരചയിതാവും സംവിധായകനുമായിരുന്ന പി ഭാസ്കരൻ മാസ്റ്റർ സംവിധാനം നിർവഹിച്ചിരുന്ന സത്യൻ മാഷിന്റെ കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിലൂടെ 1969 ജയഭാരതി നായികാ പദവിയിലേക്ക് എത്തുന്നത്. ആയിരത്തി 1966 പുറത്തിറങ്ങിയ ഒരു ശശികുമാർ ചിത്രമായിരുന്ന പെൺമക്കളിലൂടെയാണ് ജയഭാരതി അഭിനയത്തിന്റെ ഹരിശ്രീ കുറിക്കുന്നത്. മലയാള ചലച്ചിത്ര തറവാട്ടിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായിരുന്ന ഉദയ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ശ്രീമാൻ കുഞ്ചാക്കോ നിർമ്മിച്ചിരുന്ന ഒട്ടുമിക്ക ചിത്രങ്ങളും അദ്ദേഹം തന്നെയായിരുന്നു സംവിധാനവും ചെയ്തിരുന്നത്. എന്നാൽ 1972 പുറത്തിറങ്ങിയിരുന്ന ഒരു സുന്ദരിയുടെ കഥ എന്ന ഉദയ ചിത്രം സംവിധാനം ചെയ്തത് നാടകാചാര്യനായിരുന്ന ശ്രീ തോപ്പിൽ ഭാസിയായിരുന്നു. വയലാർ ദേവരാജൻ യേശുദാസ് ടീമിന്റെ അതിമധുര ഗാനങ്ങളെ സമ്പുഷ്ടമായിരുന്ന ഈ ചിത്രത്തിൽ നസീർ സാർ ഒരു റൗഡിയുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇളം വെണ്ണിലാവിൻ തളിർ പോലെ രാഗിണി മനോഹാരിണി രാത്രി രാത്രി വിടരും നീ അനുരാഗ പുഷ്പിണി. പ്രേം നസീർ, മധു, ജയൻ, സോമൻ, വിൻസെന്റ്, രാഘവൻ, സത്താർ, കമൽഹാസൻ, രജനീകാന്ത് എന്നീ പ്രമുഖ താരങ്ങൾക്കൊപ്പം ഒട്ടനവധി സിനിമകളിൽ വ്യത്യസ്തങ്ങളായ നിരവധി കഥാപാത്രങ്ങൾക്ക് ജയഭാരതി ജീവൻ പകർന്നിട്ടുണ്ട്. ഉലകനായകൻ കമൽഹാസൻ, സ്റ്റൈൽമനൻ രജനീകാന്ത് എന്നിവർക്കൊപ്പം IV ശശി ചിത്രമായിരുന്ന അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലും ജയഭാരതി അഭിനയിച്ചിരുന്നു. സൗഭാഗ്യവനിയിൽ വിടർന്ന തേന്മലരേ മധു നിറഞ്ഞ മൃദുതലങ്ങളിൽ വന്ന വണ്ടാണു ഞാൻ പൊന്മലരേ. മികച്ചൊരു അഭിനേത്രിയായ ഷീല കഴിഞ്ഞാൽ പിന്നെ പ്രേം നസീറിനോടൊപ്പം ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായികയായി വന്നിട്ടുള്ളത് ജയഭാരതിയാണ്. താമരവലയോ താലിപ്പൊൻവലയോ നിൻ ശൃംഗാര ചിപ്പിയിൽ വീണത് സ്വപ്നവലയോ പുഷ്പവലയോ തളിർവലയോ താമരവലയോ താലിപ്പൊൻവലയോ. 70കളുടെ അവസാനത്തിലും 80കളുടെ തുടക്കത്തിലും സിനിമാസ്വാദകരുടെ എല്ലാം മനം കവർന്നിരുന്നൊരു താര ജോഡിയായിരുന്നു സോമനും ജയഭാരതി. നാരകം പൂക്കുന്ന യാമങ്ങളിൽ പക്ഷിനാവോറു പാടുന്ന തീരങ്ങളിൽ നാരകം പൂക്കുന്ന യാമങ്ങളിൽ പക്ഷിനാവോറു പാടുന്ന തീരങ്ങളിൽ ഈ തീരങ്ങളിൽ നമ്മളെ കണ്ട മുഹൂർത്തങ്ങൾക്കെന്തൊരാവേശമായിരുന്നു, എന്തൊരാനന്ദമായിരുന്നു. നീയും നിന്റെ കിളിക്കൊഞ്ചലും നാണം കൊണ്ടരതിഭാവവും. മൂലധനം, കടൽപ്പാലം, നൃത്തശാല, മയിലാടുകുന്ന്, മരം, ഉർവശി ഭാരതി, ചന്ദ്രകാന്തം, അയലത്തെ സുന്ദരി, ചീനവല, സുജാത, 2 ലോകം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ നായികയായിരുന്ന ജയഭാരതി. ഇതാ ഇവിടെ വരെ, ഗുരുവായൂർ കേശവൻ, ആരും അന്യരല്ല, അവൾ വിശ്വസ്തയായിരുന്നു, കടൽക്കാറ്റ്, ഇതാ ഒരു തീരം, ചന്ദ്രബിംബം, സായുജ്യം എന്നീ സിനിമകളിൽ MG സോമനോടൊപ്പം നായികയെത്തിയിരുന്നു. തൻ്റെടിയും അഹങ്കാരിയുമായ കഥാപാത്രങ്ങൾക്ക് മിഴിവേകുന്നതിൽ ജയഭാരതിക്ക് ഒരു പ്രത്യേക വൈദഗ്ധ്യം തന്നെ ഉണ്ടായിരുന്നു.
ഇതിന് ഉദാഹരണങ്ങളാണ് തെമ്മാടി വേലപ്പനിലെ സിന്ധുവും രണ്ട് ലോകത്തിലെ രാധയും, രതിനിർവേദത്തിലെ രതിചേച്ചി, വാടകയ്ക്കൊരു ഹൃദയത്തിലെ അശ്വതി, ഇതാ ഇവിടെ വരെയിലെ അമ്മിണി, ഗുരുവായൂർ കേശവന്റെ നന്ദിനിക്കുട്ടി, രക്തമില്ലാത്ത മനുഷ്യനിലെ രുക്മിണി എന്നിവയെല്ലാം തന്നെ ജയഭാരതി ഒന്നിനൊന്നും മികവുറ്റതാക്കിയ കഥാപാത്രങ്ങളാണ്. അനശ്വര നടന്മാരായിരുന്ന വിൻസെന്റും സത്താറും ഏതാനും സിനിമകളിൽ ജയഭാരതിയുടെ നായകന്മാരായിട്ടുണ്ട്. മണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽ കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം, ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽ കിനാവിൻ പനിനീർമഴയിൽ പണ്ട് നിൻമുഖം പകർന്ന ഗന്ധം, ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു. ധീരസാഹസികതയുടെ പര്യായമായിരുന്ന ആക്ഷൻ ഹീറോ ജയന്റെ നായികയായി ഈ അഭിനേത്രി മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച രണ്ട് ചിത്രങ്ങളായിരുന്നു കരിപുരണ്ട ജീവിതങ്ങളും ചന്ദ്രഹാസവും. 36ഓളം വർഷങ്ങൾ നീണ്ട അഭിനയ സഫരിയാണ്. ഇക്കാലയളവിനുള്ളിൽ വിവിധവും വ്യത്യസ്തങ്ങളുമായ നിരവധി കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചിട്ടുള്ള ജയഭാരതി എന്ന അതുല്യ കലാകാരി ഏകദേശം 300-ലധികം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1972 വിവിധ സിനിമകളിലെ പ്രകടനങ്ങൾക്കും 73 മാധവിക്കുട്ടി എന്ന ചിത്രത്തിലെ അഭിനയത്തിനും ഈ അഭിനേത്രി കേരള സംസ്ഥാനത്തിന്റെ ചലച്ചിത്ര അവാർഡുകൾ നേടിയിട്ടുമുണ്ട്.